Hi everyone, this is me Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് എനിക്ക് മാത്രം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് നേടാൻ കഴിയുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്ന സക്സസ്, മണി, റിലേഷൻഷിപ്പ്, ജോബ്, കാർ, ഇതൊന്നും എനിക്ക് നേടാൻ പറ്റുന്നില്ല. വൈ? ഇത് ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് എനിക്ക് നേടാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് സക്സസ് ആകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല? വൈ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ലോകത്തിൽ വിജയിച്ച ആളുകളുടെ മുഴുവൻ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. വലിയ സമ്പത്ത് നേടിയ, വലിയ വിജയം നേടിയ, വലിയ ബിസിനസ് സക്സസ് നേടിയ, വലിയ സ്പോർട്സ് സക്സസ് നേടിയ, വലിയ റിലേഷൻഷിപ്പ് നേടിയ മുഴുവൻ ആളുകളെയും എടുത്തു നോക്കൂ. അവരുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചത് എന്താണ്? ലൈക്സ് അട്രാക്ട് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് അപ്ലൈഡ് ലോട്ട് ഓഫ് മെനി പീപ്പിൾ, ഞാനത് വ്യക്തമായിട്ട് പറയാം, മെനി പീപ്പിൾ കൺസിഡറിങ് ലോ ഓഫ് അട്രാക്ഷൻ ഇസ് എ ഷോർട്ട് ഫിക്സ്. ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിക്സ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ. അല്ലെങ്കിൽ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫിക്സ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ. അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടു പോയ എക്സിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിക്സ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പയ്യനെ പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിക്സ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ധരിച്ചു വെച്ച് അതിന് വേണ്ടിയിട്ട് ടെക്നിക്കുകൾ ധാരാളം അപ്ലൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറുത് നേടും. ഓ, ലോ ഓഫ് അട്രാക്ഷൻ ഈസ് വർക്കിംഗ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നഷ്ടപ്പെടും. അപ്പോൾ പറയും ലോ ഓഫ് അട്രാക്ഷൻ ഈസ് നോട്ട് വർക്കിംഗ്. വൈ ഐ കാൻറ്റ് ക്രിയേറ്റ് മോർ സക്സസ്? വൈ ഐ കാൻറ്റ് ക്രിയേറ്റ് മോർ ആൻഡ് മോർ മാസീവ് സക്സസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വാണ്ട് ടു ടെൽ യു, ലോ ഓഫ് അട്രാക്ഷൻ ഈസ് നോട്ട് എ ഷോർട്ട് ഫിക്സ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ജോലി മാത്രം സ്വന്തമാക്കാനുള്ളതോ ഒന്നുമല്ല. അതൊരു ഷോർട്ട് ഫിക്സ് അല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ്, ദ മാസീവ് സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്ക് എല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഹാഡ് എ ഗ്രേറ്റ് പർപ്പസ് ഫുൾ ലൈഫ്. ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് തന്നെയാണ് സെൽഫ് ഡ്രൈവൺ ആയിട്ടുള്ള പർപ്പസ്. അതിനകത്ത് പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ടൂളും അറിഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ പോലെയോ നിങ്ങളെ പോലെയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത സാധാരണ വ്യക്തികൾ തന്നെയായിരുന്നു. പക്ഷെ അവർ മാസീവ് ആയിട്ടുള്ള സക്സസ് എങ്ങനെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they have applied law of attraction tools and techniques and strategy even they don't know and they don't heard about it. അവർ കേട്ടിട്ട് പോലും ഇല്ലാത്തതിന് അവർ അപ്ലൈ ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്സ്, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വലിയ പർപ്പസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അവർക്കൊരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു, ടു ചേഞ്ച് പീപ്പിൾ ലൈഫ്, ടു ക്രിയേറ്റ് എ മോർ വാല്യൂ ഇൻ ദിസ് വേൾഡ്. സോ ഫസ്റ്റ്, യു ഷുഡ് ഹാവ് എ ഗ്രേറ്റ് പർപ്പസ്. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്പ് യുവർസെൽഫ് ടു ബി ദ ഫസ്റ്റ് ലൈക്ക് ടു അട്രാക്ട് അനദർ ലൈക്സ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അട്രാക്ട് ലൈക്ക് ആണ്. അതായത് ഒരേ എനർജി ഉള്ള, ഒരേ പാറ്റേണിലുള്ള വസ്തുക്കൾ അതേ സിമിലർ ആയിട്ടുള്ള പാറ്റേണിലുള്ള വസ്തുക്കൾ ആകർഷിക്കും. അത് വ്യക്തിയാണെങ്കിൽ, ഒരേ സ്വഭാവമുള്ള വ്യക്തി, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അതേ സ്വഭാവമുള്ള വ്യക്തിയാണ് ആകർഷിക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്കിപ്പോ ഫീൽ ചെയ്യുന്ന, ഞാനിപ്പോ ചിന്തിക്കുന്ന, ഞാനിപ്പോ പ്രവർത്തിക്കുന്നതിന് അനുഗുണമായിട്ടുള്ളതും അനുസൃതമായിട്ടുള്ളതും സെയിം തോട്ട് പ്രോസസ്സിങ്ങിലും സെയിം എനർജി ലെവലിലുള്ള ആളുകളെയാണ് ഞാൻ ആകർഷിക്കുക. അപ്പൊ ഞാൻ വലിയ സക്സസ് എന്നിലേക്ക് ആകർഷിക്കണമെങ്കിൽ, ഞാൻ എന്നിലേക്ക് വലിയ വിജയം ആകർഷിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ വലിയ വിജയം ആകർഷിക്കത്തക്ക രീതിയിൽ ഞാൻ എന്നെ സെൽഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈക്കിനെ ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യണം. ഈ അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ലൈക്ക് എന്ന് പറയുന്ന ഞാൻ മാത്രമേ അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള എനിക്ക് വേണ്ട റിസൾട്ടിന് എന്നിലേക്ക് ആകർഷിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോഴും താഴെ ചെറുതന്നെ. ഞാൻ സെൽഫ് ഡെവലപ്മെന്റിന് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ മൈൻഡ് പവർ കൂട്ടാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനെന്ന് പറയുന്ന പേഴ്സണൽ എക്സലൻസിലേക്ക് എത്താൻ, പേഴ്സണൽ എക്സലൻസിലേക്ക് കടന്ന് ഞാനൊരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റാൻ ഞാൻ യാതൊരു ട്രാൻസ്ഫോർമേഷനും ചെയ്യുന്നില്ല. ഞാൻ ചെറിയതാണ്. ഞാൻ ഇപ്പോഴും ലോ എനർജി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഐ വാണ്ട് ടു അട്രാക്ട് ബിഗ് എനർജി. ഞാൻ ചെറിയ ടെക്നിക്സും ടൂളും വിഷ്വലൈസേഷൻ മാത്രം ചെയ്യുന്നു. ഞാൻ കുറെ അഫർമേഷൻ, രാവിലെ ഇരുന്നിട്ട് കുറെ അഫർമേഷൻ ബഹളം വെക്കും. ഞാൻ കുറെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഞാൻ കുറെ പരിപാടികളും ബഹളാക്കി വെക്കുന്നു. പക്ഷെ എനിക്ക് അട്രാക്ട് ചെയ്യേണ്ടത് ഹ്യൂജ് എനർജിയാണ്, ഒരു വലിയ എനർജിയിലുള്ള സക്സസ് ആണ്. പക്ഷെ എന്റെ എനർജി എന്ന് പറഞ്ഞ് ചെറുതാണ്. ഇത് നടക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പല ആളുകൾക്കും നടക്കാത്തത്, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഫസ്റ്റ് ടെക്നിക്, ഫസ്റ്റ് ടൂൾ, ഇഫ് യു വാണ്ട് ടു അട്രാക്ട് എ ലൈക്ക്, you must be the like what you wanted to attract. Then only you can attract like, my dears.
നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന വിജയം നേടാൻ പറ്റുന്ന അത്രയും ഉയരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സലൻസിന് വേണ്ടി നിങ്ങൾ പണിയെടുത്താൽ, നിങ്ങളുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്താൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അതിനെ വലിച്ചടുപ്പിക്കാൻ കരുത്തുള്ള ഒരു വ്യക്തിയാക്കിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ കഴിയുള്ളൂ, അതിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ലൈക്ക് അട്രാക്ട് ലൈക്ക്. വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇത് 2 ഫോണാണ്. ഈ 2 വ്യത്യസ്തമായ ഫോണുകൾ, ഒരേ സിമിലർ എനർജിയുള്ള ഫോണുകൾ മാത്രമാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇതൊരു വില കുറഞ്ഞ ഫോണാണ്, ഇതൊരു ഐഫോൺ ആണെന്ന് വിചാരിക്കുക. ഐഫോൺ എന്ന് പറയുന്നതിനെ അട്രാക്ട് ചെയ്യാൻ ഈ വില കുറഞ്ഞ ഫോണിന് കഴിയില്ല. ഈ ഫോണ്, ഈ വലത് കയ്യിലിരിക്കുന്ന ഫോണ് ഐഫോണിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം എന്ത് ചെയ്യണം? ഐഫോണിന്റെ ഗ്രേഡിലേക്ക്, ക്വാളിറ്റിയിലേക്ക്, സ്പെസിഫിക്കേഷനിലേക്ക്, ക്യാരക്ടറിലേക്ക് ഉയരണം. സോ വെൻ ദിസ് ഫസ്റ്റ് ലൈക്ക്, ഞാനെന്ന് പറയുന്ന ഈ ഫസ്റ്റ് ലൈക്ക് ഇത് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബോത്ത് വിൽ അട്രാക്റ്റഡ്. സോ ടൂൾസ് ആൻഡ് ടെക്നിക്സിലല്ല, ഒരു പെണ്ണിനെ പ്രണയിക്കലോ അല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോലി നേടുന്നതിനുള്ള ടെക്നിക്കുകളോ സിമ്പിൾ പരിപാടിയല്ല ടെക്നിക്ക്. ബേസിക്കലി ഇറ്റ് ഈസ് എ ക്യാരക്ടർ അപ്ലിഫ്റ്റ്മെന്റ്. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് എ പേഴ്സണൽ എക്സലൻസ്. ഈ പേഴ്സണൽ എക്സൽ ഒരു കറക്റ്റ് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അതിനെ നേടാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ എക്സലൻസിലേക്ക് ഓരോ വ്യക്തിയും അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് പേഴ്സണൽ എക്സലൻസിന് വേണ്ടിയിട്ടാണ്, സ്വന്തം മൈൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അർണോൾഡിനെ നിങ്ങൾ നോക്കൂ, മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലി, ഓരോ ദിവസവും ഒരു ബെറ്റർ അത്ലറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഒരു ദിവസം കഴിഞ്ഞോളും, പ്രായം കൂടുന്തോറും. മഹേന്ദ്ര സിംഗ് ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഓരോ ദിവസവും ഞാൻ 6 മണിക്കൂറോളം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞെന്താ? പ്രായം കൂടും തോറും 40 വയസ്സിലെ ക്രിക്കറ്റ് ഫീൽഡിൽ നിന്നപ്പോൾ പോലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന 6 മണിക്കൂറോളം പേഴ്സണൽ എക്സലൻസിന് വേണ്ടിയിട്ട് പണിയെടുത്തത് കൊണ്ടാണ് റിസൾട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റിയത്. പേഴ്സണൽ എക്സലൻസ് എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് ലൈക്ക്. ഇഫ് ഇറ്റ് ഈസ് റെഡി then you can attract the same result. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അപ്ലിഫ്റ്റ് ചെയ്യാതെ ബെറ്റർ ലൈക്ക് ആക്കിയിട്ട് നിങ്ങളെ മാറ്റിയില്ല എങ്കിൽ you will never attract the better result. This is the basic secret of law of attraction. If you want to know more about law of attraction, law of attraction കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേറ്റിംഗ് എനർജി ഫ്രീക്വൻസി ആക്കിയിട്ട് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ലേൺ മോർ അബൌട്ട് അവർ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ടെക്നിക്കുകളും അതുപോലെ തന്നെ അപ്കമിങ് ഡീറ്റെയിൽസും ഞങ്ങളുടെ പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാനും പുതിയ വീഡിയോസ് എല്ലാം ഏറ്റവും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് ബൂം എന്ന് പറയുന്ന ബിസിനസ് ലേണിംഗ് പ്രോഗ്രാം നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാനും, എല്ലാ പ്രോബ്ലംസും നിങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ സ്ട്രാറ്റജി അപ്ലിഫ്റ്റ്മെന്റ് പ്രൊസീജിയേഴ്സും പോളിസീസും അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഉയർത്താനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാം, ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്കി പേഴ്സണൽ എക്സലൻസിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൽഫ് മാസ്റ്ററി, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിൻ, മണി, നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും, എങ്ങനെ നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാം, എങ്ങനെ നമ്മുടെ എനർജി പാറ്റേൺ ചേഞ്ച് ചെയ്യും, മണി അട്രാക്ട് ചെയ്യുന്ന മണി വൈബ്രേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന വെൽത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതെല്ലാം ഞങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. ഞാൻ കസാക് ബെൻജാലി. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് ഒരുപാട്